ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു 4-5 മാസത്തിന് ശേഷം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വീഡിയോ ആയാലും ഇന്ന്. വെറുതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അടുപ്പമുള്ള നമ്മുടെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ അവർ ആദ്യം വൈപ്പിൽ താമസിക്കുമ്പോൾ അവിടെയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരിവിടെ വരും, ഞങ്ങളവിടെ പോകും, നിൽക്കും, ടൂറടിക്കും, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചേച്ചിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായി മരിച്ചു. മോൻ 9 പഠിക്കുമ്പോൾ ഒരു മോനേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെയും പോയിരുന്നു ഞങ്ങൾ. അതിനൊക്കെ ശേഷം കുറേ കഴിഞ്ഞ് പിന്നെ അവരവിടെ നിന്നൊക്കെ താമസം ആലുവയ്ക്ക് മാറ്റി. അപ്പോൾ തുടങ്ങി വിളിക്കണം കേട്ടോ, വരാമെന്ന് പറയും. ഇതുവരെ പോക്ക് നടന്നിട്ടില്ല. ആ നേരത്ത് വൈപ്പിലായിരുന്നപ്പോൾ എപ്പോൾ നോക്കിയാലും പോയിരുന്നു. എന്തായാലും ഇത് തട്ടാമ്പടിയാണ് താമസിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ ശരിയാ പോയിക്കളയാ ഇപ്പം തന്നെ എന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. ഇതില്ലേ ദേ കിടക്കണു ചട്ടിയും കലമെന്ന് പറഞ്ഞ പോലെ. ഞങ്ങൾ നേരെ ഇങ്ങനെ പോയി നേരെ വരാപ്പുഴ പാലമൊക്കെ കടന്ന് അങ്ങനെ അങ്ങോട്ട് നേരെ പോയാൽ മതി തട്ടാമ്പടിക്ക് അവർക്ക് പോകണ വഴി. എന്തിനേറെ പറയണം, അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂട്ട് മാപ്പ് ചേച്ചി അങ്ങോട്ട് പറഞ്ഞു റൈറ്റിലേക്ക് തിരിഞ്ഞോളൂ എന്ന്. അപ്പോൾ അവർ റൂട്ട് മാപ്പ് അയച്ചു തന്നിരുന്നു, അത് ഓൺ ചെയ്തതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ നേരെ എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല, മഞ്ഞും മലയും ഏലൂർ മാതൃഭൂമി മുതലായ കാണാ കാഴ്ചകൾ. മാതൃഭൂമി ഏലൂരേക്ക് മാറിയിട്ട് 100 പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. വഴി ഇത്രയേ ഉള്ളൂ. എന്നാലും അധികം ഒട്ടും തന്നെ പോകാത്ത പിന്നെ അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന വഴികളിലൂടെയുള്ള യാത്രയിൽ അവസാനം അവരുടെ അടുത്ത് ചെന്നു. അവരെ കണ്ടു സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം, മഞ്ഞൾ ബിരിയാണി വാങ്ങിക്കാൻ പറവൂർ എന്നൊക്കെ പറഞ്ഞു. വേണ്ട പിന്നെ വരാതിനായിട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തൽക്കാലം ചായയും കഴിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് മടങ്ങിപ്പോകുന്നത്. എന്തായാലും യാത്ര വഴി തെറ്റിപ്പോയെങ്കിലും നല്ല അടിപൊളി റോഡും കാഴ്ചകളും ആയിരുന്നു കേട്ടോ. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം അല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനും കണ്ടിട്ട് വരാം. ഏലൂരിലേക്ക് സ്വാഗതം. ഏലൂരല്ല, അരൂര് വേറെ, ഏലൂര് വേറെ, എരൂര് വേറെ ഉണ്ടല്ലേ. കുറേ ഊരുകാരുണ്ട്, ഒക്കെ മാറിപ്പോകരുത്. നമ്മളുടെ സ്വന്തം നാടാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തോന്നിയ മതി കണ്ടുപിടിച്ചിട്ട്. അയ്യോ പെട്രോൾ മറ്റേ വഴി പോയാലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഉണ്ടോ? അയ്യോ പെട്രോൾ ഒരു ജംഗ്ഷൻ എത്തും. ഫാൻ കളക്ഷൻസ് ബേക്കറി കണ്ട പറയാട്ടോ. കാര്യമില്ല. തന്നെ ജംഗ്ഷൻ നമുക്ക് നേരെ തന്നെ മഞ്ഞുമ്മൽ ഇതാണ് സെന്റ് ജോസഫ് പള്ളി. ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, സെന്റ് ജോസഫ് ചർച്ച് മഞ്ഞുമ്മൽ. മാതൃഭൂമി ഏലൂർ. അത് മറ്റേ കണ്ടെയ്നർ റോഡ്. അതിന്റെ മുകളിലാണ് നമ്മൾ വന്ന കട. ഇതാണ് വഴിയുള്ളോ? ഇതിലെ വന്നിട്ട് അല്ല, ഇത് വേറെ ഞാൻ പറഞ്ഞ ആ റോഡ് നേരെ പോവാം. എന്നിട്ട് നമ്മളെ കണ്ടെയ്നർ റോഡ് ജംഗ്ഷനിൽ നമ്മൾ വന്നത്. അതിലെ വന്നാ ചോദിച്ചേ. ഇതൊരു ഇടുങ്ങിയ റോഡ്. പൊട്ടെ ആ കയറ്റി വിട്ടേക്ക്. അതിവിടെ ഈ പാലത്തിന്റെ ഇവിടെ അതിന് മുകളില് ഇവിടെയാണ് അന്ന് ഹോട്ടലിൽ വന്നത്. ആ മുകളില് ഈ സൈഡിലൊരു പള്ളി ഉണ്ടല്ലോ. ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തിരിയുന്നുണ്ടല്ലോ. ഏലൂർ HMT റോഡ് പോലെ ഇരിക്കണം അല്ലേ. ചേച്ചി ഒന്നും മിണ്ടിയിട്ടില്ല, തിരിയാനായിട്ടില്ല.
ഫെസിലിറ്റി എത്തിയാ പറയണേ. ഇതാണ് ഫെസിലിറ്റി ആണ്. ആ നീല മതിലല്ലേ? ആ ഇവിടെയൊക്കെ സ്ഥാപനങ്ങളൊക്കെ അങ്ങോട്ട് റൈറ്റ് അങ്ങോട്ട് പോയാൽ എങ്ങനെ ഇനി ലെഫ്റ്റ്. ഇതൊക്കെ ഫെസിലിറ്റിന്റെ സ്കൂള് അത് ഇതൊക്കെയാണ്. കടുങ്ങല്ലൂർ പോകാൻ പറ്റില്ല ഈ വഴി. ആ ഇങ്ങനെയും പറവൂര് എത്തൂലേ? നിറയെ ചെടി നട്ടേക്കണുണ്ട്. കേട്ടാ കൈ വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തേ. ഉദ്യോഗമണ്ഡൽ അതേതാ ഏലൂര് പാട്ടുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രം. പോയിക്കോട്ടെ എനിക്കറിയാം. വരാപ്പുഴ ഏരിയ 6:14 വരാപ്പുഴ അവിടെയല്ലേ കിടക്കണേ? ഇതിപ്പോ നമ്മളിന്ന് പോകുന്നില്ലേ? റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് വരണം. അവിടുന്നേ വരാപ്പുഴയിൽ ആ ജംഗ്ഷൻ നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞ് വരണം. തട്ടാമ്പടി കേട്ടിട്ടുണ്ട്. തട്ടാമ്പടി വീട്ടിലെ പക്ഷെ അവിടെ നമുക്കൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. നേരെ ഇതേതാ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റാൻഡ് ബസ്സൊക്കെ കിടപ്പുണ്ടല്ലോ. ഏലൂര് നഗരസഭ ഏലൂരിൽ നിർത്തുന്ന ബസ് സ്റ്റോപ്പ്. ഏലൂർ പാലം റോഡ് ഫ്രീ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ? വേണ്ട ഞാൻ എടുക്കുന്നുണ്ട്. ആ ഫെറി നിന്നു പാലം വന്നപ്പോ. 140 മീറ്റർ ലെഫ്റ്റ്. ആ ബൈക്ക് പോണ പോലെ പോട്ടെ. നല്ല ആളുള്ള പാട്ടാണ്. സുജാത പാടിയതാ. ഹോണിക്കു എന്തിനാ? ഒന്നും വേണ്ട, എത്താനായിട്ടില്ല. വേണോ ഹോണിക്ക്? വിജനമായ വഴികൾ. ബൈക്ക് പോണ പോലെ. പാടമോ എന്താ കാണുന്നുണ്ടല്ലോ. അവിടുന്ന് എന്തൊക്കെ റോഡുണ്ടല്ലോ. മെയിൻ റോഡിൽ നിന്ന് വന്യ റോഡ്. ജുമാ മസ്ജിദ്. നല്ല സ്ഥലങ്ങൾ. ഇത് വേറെ പാലം. ഏത് പാലം? പാലവും പാടവും പേരെഴുതിയിരിക്കണല്ലേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ നോക്കാം. ഇവിടെ പേരില്ല. ഇനോഗ്രേറ്റഡ് ഉപയോഗിക്കുന്നത് എന്ത്? ചിറയം മേത്താനം പാലം. ചിറയം മേത്താനം പാലം. മീൻ പാനായിക്കുളത്തേക്കൊക്കെ പോണ വഴിയാണ്. അതന്നെ കറക്റ്റാണ്. അമ്മ പറഞ്ഞത് ശരിയാ. പാനായിക്കുളം പോണ റൂട്ടാണ്. കരിങ്ങാന്തുരുത്ത്. ഹരിക്കുട്ട ഞങ്ങളെ ചുറ്റിച്ചോ. മറ്റേ കർണമാവൻ പറഞ്ഞ പോലെ ഈ വഴി പോയാ മതി, ഈ ചുരം കയറിയാ മതി എന്ന് പറഞ്ഞ പോലെ. അയ്യോ കൂനമാവ് വരാപ്പോഴാല് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് 1 കിലോമീറ്ററിൽ. ഇച്ച വരച്ചോ എന്ന് പറയില്ലേ? അപ്പൊ ശരിക്കും മൂക്കിത്തോട്ടുള്ള സൂര്യകൻ മോള് പറയാറുണ്ടായില്ലേ? ഇതെന്താണ് അമ്പലം? അത് ശ്രീനാരായണ. ഇത് കൊങ്ങോർപ്പള്ളി. ഇത് കൊങ്ങോർപ്പള്ളി. അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. നമ്മള് ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ല. ആ ടാക്സി ആപ്പ പോയ പോലെ. 4 കിലോമീറ്ററോ? തട്ടാമ്പടി എത്തണ്ടേ? ഇത് കൊങ്ങോർപ്പള്ളി എത്തിയിട്ടുള്ളൂ. പാലം കയറിക്കോട്ടെ. അല്ലേ ആ വണ്ടി എന്താ നീങ്ങാത്തെ? ബസ്സുകാരന്റെ വരവ് കണ്ട പേര്. ഇത് നമ്മള് മുക്കി തുറന്ന കാര്യം പറയും പോലെ ഇപ്പൊ ഇല്ല.
പാലം പാലം. ഇല്ല, ഇത് നീറിക്കോട് പാലം. അല്ല ഈ പാലാണോ? അത് ഇങ്ങോട്ട് തന്നെയാണോ? അങ്ങനെയാണോ? ഓ ആക്കറിയാം. ശരി ശരി. ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങിന്റെ ഡെനുവിന്റെ വീട്ടിലേക്ക് എല്ലാം ഒന്ന് തന്നെ അതില് ഇവിടെ ഒന്ന് കയറും. അത് ഇത്തിരി പഴയ പാലം. ഇത് ഫറൂഖ് പോലെ എന്താ കണ്ട അല്ലല്ല ഇവിടെ കുഴി കുഴി കുഴി. ദാദാ ഡെനുവിന്റെ വീട്ടിലേക്കുള്ള വഴി. ആ. അയ്യോ അപ്പൊ എത്ര എളുപ്പം എത്ര ആ ചേട്ടാ. ചേട്ടാ ലെഫ്റ്റ്. ഈ സൈഡിലേക്ക് കുറെ പള്ളികളുണ്ടല്ലേ. തട്ടാമ്പടി നേരെ എന്നാ കാണിച്ചേക്കണേ. അപ്പൊ നേരെ ചെന്ന് 200 മീറ്റർ ചെന്നാൽ തട്ടാമ്പടിയാ പോയി. ഇടുങ്ങിയ വഴികൾ. വന്ന വഴിയൊക്കെ ഞാൻ മറന്നുപോയില്ല. അതെ. മാപ്പ് എൻ്റെ കയ്യിലുണ്ട്. തിരിച്ച് എടപ്പള്ളി ഇട്ടാൽ മതി. ഒരു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വേറെ വഴി ഉണ്ടാവും തിരിച്ച് വരാൻ. ഈ വഴിയല്ല, എനിക്കറിയാം വേറെ വഴി. വേണമെങ്കിൽ അറിയാൻ വേണ്ടി 1.7 കിലോമീറ്റർ. അങ്ങനെ കാണാത്ത വഴികളിലൂടെ, കാണാത്ത കാഴ്ചകളിലൂടെ ഒരു യാത്ര. ആലങ്ങാട് പഞ്ചായത്താണിത്. നല്ല രസമുള്ള വഴിയല്ലേ. കുഴപ്പമില്ല. മിൽമ തണുക്കണോ കൂളാവണോ? ആഹാ പോവണ്ട. ബസ് എങ്ങനെ കയറ്റിയില്ലേ? ശരി കേട്ടോ. 5 കിലോമീറ്ററിൽ ഡെസ്റ്റിനേഷൻ തീരും. ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ കേന്ദ്രം. ഒരു കൊടുങ്കാട്. കൊടുങ്കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. ഓ പോത്ത എരുമയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ഇറങ്ങുന്നപ്പോൾ ഇവർ താമസിച്ചിരുന്നപ്പോൾ ചേച്ചി എടുത്ത് പോയാൽ ഇത്രയും പാടുണ്ടായില്ല. അല്ലല്ലോ ജങ്കാറിനല്ലേ പോയിക്കൊണ്ടിരുന്നത്. അത് വലിയ പാടാ. പക്ഷേ ആ ഇടിയിലും മിന്നലിലൊക്കെ എത്ര പ്രാവശ്യം പോയേക്കണു രാത്രിയൊക്കെ. മുമ്പ് നല്ല രസമുള്ള യാത്രയായിരുന്നു അത്. ഇത് കണ്ടോ നല്ല രസമുള്ള കുട്ടിയെ. കൊള്ളാല്ലേ. പലരും പറയും പോലെ ഇങ്ങനെ എന്താ നല്ലൊരു തണലൊക്കെ ഉള്ള വഴിയായിട്ടേ നല്ല നിറയെ മരങ്ങളും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാനേ തോന്നും. നിർത്താൻ തോന്നൂല. ഇവിടെ ഒരു പറമ്പ്, വിടും പറമ്പ്. ഒരു ബിൽഡിംഗ് ആണത്. MV ജോസഫ് അഡ്വക്കേറ്റിന്റെ ആണ്. നമ്മള് ആലുവ റൂട്ട്. ഇവിടെയൊക്കെ നല്ല മറ്റേ പച്ചക്കച്ചവടക്കാർ ആലുവല്ലേ. അതല്ലേ എന്നിട്ട് വിളിക്കാം. അവിടെ നിക്കട്ടെ. ലെഫ്റ്റ് തന്നെ കീപ്പ് ചെയ്ത് പോട്ടെ. ഇപ്പൊ മാപ്പ് നിൽക്കും. എന്ത് രസാ റെഡ് കാണാൻ. ഏതെങ്കിലും ഒരു റോഡ് ഉണ്ടാവും. മാപ്പ് നിൽക്കുന്നതിന്റെ ലെഫ്റ്റോ റൈറ്റോ തിരിയാൻ പറയും. എന്നോട് ആരാ പറഞ്ഞ 90 മീറ്റർ പോയിക്കോ. അപ്പൊ എവിടെയെങ്കിലും ചവിട്ടിക്കോ. ചട്ടാമ്പടിയാണിത്. ഇത് ചട്ടാമ്പടി. അവിടെ ചവിട്ടിക്കോ. ചർച്ചെത്തി. ഇവിടെ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മൾ ഓൾട്ടോയെ ഫോളോ ചെയ്ത് പോവുകയാണ് അല്ലേ. ഓൾട്ടോയുടെ പോയി. ഓൾട്ടോ ആണ് മുന്നിൽ. ഓൾട്ടോ കേട്ടൻ. ഒറ്റപ്പള്ളി. ഇതിനെയും പോകാനുണ്ട് അങ്ങോട്ട്. എൻ്റെ ചേച്ചി ഇത് ബസ് റൂട്ടല്ല. ഇതൊന്നും ആവില്ല വഴി. ഞാൻ ബൈക്ക് എടുത്തിട്ടാ വന്നത്. ബൈക്ക് ഇല്ലല്ലോ. ബൈക്ക് അന്നേ നിർത്തിയില്ല. നടുവിന്റെ പ്രശ്നം കാരണം. അങ്ങനെ പുഴയെന്ന് നിർത്തിയതാണല്ലോ.
സമയമായിട്ട് ഇനി നേരെ ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്ക്. സൂസൻ വർഗീസ്, ഫിസിഷ്യൻ തെറാപ്പിസ്റ്റ്. ഇത് വഴി പറഞ്ഞ നമ്മൾ കുടുങ്ങിയത് തന്നെ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാരകുളം. അവസാനിക്കും. ഇനി അരിച്ചേട്ടൻ പറയും, അതിലേക്ക് വിളക്ക് കൊളുത്തി. അല്ല ഇനി അരിച്ചേട്ടൻ പറയും ഇനി കടവുണ്ട് അവിടെ നിന്ന് കയറി ചെങ്കാട്ട് ചെറുതായി വരും. ഇവർക്കപ്പോ മറ്റേ എനിക്ക് തോന്നണേ ഇപ്പൊ തനിച്ചൊന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ബസ് കിട്ടില്ലായിരിക്കും അല്ലേ? ബസ്സാണ്, മെയിൻ റോഡാണ് അത്. നല്ല പോകില്ല. ശരിക്കും പൂക്കളൊക്കെ നാട്ടുംപുറങ്ങളിലേക്ക് ഉള്ളിലേക്ക് വരും തോറും കേട്ടോ. എടുക്കില്ല പറയും അന്തിയില്ല അമ്മേ. റൈറ്റ് കിട്ടി. അറിഞ്ഞില്ല. റൈറ്റ് ഇട്ടു. റൈറ്റ് വീട്ടിലേക്കാണ്, വേറെ വഴിയുണ്ടോ? ഈ വഴി കാണിക്കില്ലേന്ന് പറയാം. അടുത്ത വഴി തിരിയട്ടെ, എങ്ങനെ തിരിയട്ടെ? മറ്റേ പറഞ്ഞ പോലെ ചോദിച്ചിട്ട് പോവാം. ഇത് നമ്മളെ റൂട്ട് ചേച്ചി പറ്റിച്ചു തന്നു തോന്നുന്നു. റൂട്ട് ചേച്ചിക്ക് ഒരു റൂട്ടേ കാണിച്ചോളൂ. വീണ്ടും വേറെ ഹരി പറഞ്ഞില്ലേ അങ്ങനെ വരണ്ടായിരുന്നു? നമ്മളെ കാണിച്ചു ഒറ്റ റൂട്ടാണ്. എനിക്ക് മാറ്റാനായിട്ട് ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനല്ലേ വരൂ. എനിക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നതല്ലേ. ഇപ്പൊ പാലയ്ക്ക് പോകാൻ 3 റൂട്ടുണ്ട്. ഇളകുന്നപ്പുഴ വിട്ടിട്ട് വേറെ ഇളകുന്നപ്പുഴ. പാലയിൽ പോകാനാണെങ്കിൽ 3 റൂട്ടുണ്ട്. പാല റൂട്ട് കാണിക്കുന്ന പോലെ എനിക്ക് കാണിച്ചില്ല. അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തി ഗൈസ്. എന്തായാലും വെറുതെ രസത്തിന് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടോ. നല്ല രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു നമുക്കിത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്ന് ഒന്നവരെ കാണാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് മടങ്ങാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മടങ്ങി പോകുന്നു. നമ്മുടെ എടപ്പള്ളി എത്തി. എടപ്പള്ളി പള്ളിയിൽ ഇന്ന് 25-ാം തീയതി കൊടിയേറുവാണ്. 3-4 പെരുന്നാളാണ്. പിന്നെ 10-11 ഒക്കെ നല്ല തിരക്കും ബഹളമായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോണത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പള്ളി എടുത്താണ്. പിന്നെ നമ്മുടെ സ്ഥിരം കടയായ നമ്മുടെ കെ മാർക്കിൽ ഒന്ന് കയറി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.